ചെയ്യും നന്മകള് സുവദിനായിരം കൂലി റബ്ബ് നമുക്കേകും. എല്ലാരും മാളൂന്റെ വല്യമ്മാന്റെ അടുത്ത് വല്യപ്പാന്റെ അടുത്ത് പോയി. പിന്നെ അതിന്റെ ശേഷം ഇന്റെ ഉപ്പാന്റെ അടുത്ത് പോയി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് മകളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് 27 രാവാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ 27 രാവിന്റെ പിറ്റേ ദിവസം 27 ആവും. പക്ഷെ 27 രാവാണെന്ന്. അപ്പൊ അൽഹംദുലില്ലാ നമ്മളെല്ലാം അതിനുള്ള എല്ലാ പൂർണ്ണ ഒരുക്കത്തിലായി. കാരണം നമ്മളെ റമദാൻ മാസം നമ്മളെ വിട്ട് പിരിയാൻ അധികമൊന്നുമില്ല. എന്നെപ്പോൾ ഇത് വന്നതെന്ന് അറിയില്ല, പെട്ടെന്ന് അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിത് അന്നത്തെ നമ്മുടെ 27 രാവിന്റെ പരിപാടി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്ന് ഞങ്ങൾ കവറങ്ങളിലൊക്കെ പോയി വന്നതായിരിക്കുകയാണ്. ഇതാ കുട്ടാപ്പ് ഇവിടെ ഉണ്ട്, കുളിക്കാൻ നിൽക്കാൻ മുടി കെട്ടി തന്നാ. ഇവർ രണ്ടുപേരും മുടി കെട്ടിയിരിക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ മാള് ഇന്നത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മധുരം ഉണ്ടാക്കണമല്ലോ, അതാണല്ലോ നമ്മളൊരു രീതികൾ. അപ്പം മധുരം ഉണ്ടാക്കുന്നുണ്ട്. നെയ്യപ്പം, കുയിലപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പം എന്ന് പറയില്ല, അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഐറ്റംസുകൾ എന്തൊക്കെയാണ്, ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചെറിയ മട്ടത്തിലൊക്കെ ഉള്ളൂ. എന്താണ് ഞങ്ങളുടെ ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ 27 വിശേഷങ്ങളൊക്കെ പറയാം. നമ്മളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരും അവരുടെ ഖബറൊക്കെ അല്ലാഹു വിശാലമായി കൊടുക്കട്ടെ, അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ആമീൻ. നമ്മളിന്ന് ഒരുപാട് ആളുകൾ നമ്മളെ ഇന്ന് വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവർക്കും മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ഇന്നത്തെ ഈ റംസാൻ മാസത്തിന്റെ 27 പോരിശ കൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഓക്കെ അറിയിക്കുക. അത് നല്ലതായിക്കോട്ടെ, നിങ്ങൾ ധൈര്യത്തിൽ ഇട്ടോളി കേട്ടോ. എന്നിട്ട് പോന്നോട്ടെ കമന്റുകൾ ഇല്ലല്ലോ. പിന്നെ പൊന്നു പാട്ട് കണ്ടുണ്ട് എന്തേലും ഇപ്പൊ പാടുന്നുണ്ട് പറഞ്ഞേ. കാറ്റും കുയിലും തക്കിലോതി പാരിൽ അറിയില്ല, പാടൂല. മധുമാസം എനിക്കും അറിയില്ല. ത്തിന്റെ പാപം തഴുകാൻ പടപ്പിനായി റമദാൻ മാസം ചെയ്യും നന്മകള് സുവദിനായിരം കൂലി റബ്ബ് നമുക്കേകും. മുത്ത് റസൂലെന്ന് പാതിരാത്രിയും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല. കാറ്റും കുയിലും തഖ്ലീലോതി പാരിൽ ചുറ്റണ മധുമാസം പാപത്തിന്റെ കാപം കഴുകാൻ പടപ്പിനായി റമദാൻ മാസം. അപ്പൊ മക്കളെ, റമദാൻ നമ്മളൊക്കെ വിട്ട് പിരിയാൻ പാട്ടൊന്നും അറിയില്ല. ഭയങ്കര ആഗ്രഹമാണ് പാടാന്. പിഴവുകളൊക്കെ ഉണ്ടാവും, ഒന്നും അങ്ങനെ കൂടുതലൊന്നും അറിയില്ല. എന്തേലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചാളി ഇല്ല മോനോ. അപ്പോ പോകാൻ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ നമ്മൾ അടുക്കളയിൽ കണ്ട് പോയൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസുകൾ എന്നൊക്കെ. കൂടുതൽ ഐറ്റം ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഐറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ 1-2 ഐറ്റം ഉണ്ടെന്നൊക്കെ ഇപ്പം പറഞ്ഞ് മധുരം. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്നൊക്കെ ഒന്ന് പോയൊക്കെ വരി അടുക്കളയ്ക്ക്. സംഭവം എന്താ വെച്ചാൽ അടുക്കള തമർന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവളെ ഒറ്റക്കാനല്ല, അവിടെ എല്ലാം കൂടി ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കവറിങ്ങൊക്കെ പോയി വന്നിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ സ്പീഡിൽ തകർക്കുന്ന ആള്. അപ്പം എന്തൊക്കെ ഐറ്റംസ് എന്നൊക്കെ നോക്കുക അല്ലേ ആളോ? എന്തൊക്കെ ഉണ്ടാക്കി? ഇത് കരിഞ്ഞതല്ല, കരിഞ്ഞതല്ല, മറയൂർ എങ്ങനെ കിട്ടി അല്ലേ? മൂന്നാർ പോയപ്പോ പോയെന്ന് വാങ്ങിയ ശർക്കര എടുത്ത പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നാച്ചുറൽ ആണ്. കരിഞ്ഞല്ല, ഇതിന് കളർ ഉണ്ടോ തോന്നുമ്പോ കളറാണ്. ആ ശർക്കരന്റെ കളറാണ്. ഞങ്ങൾ അവിടുന്ന് ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്ന ആ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയ ശർക്കരയാണ്. ചിക്കൻ കറി ഉണ്ട്. പിന്നെ ചിക്കൻ കറിക്ക് ഇന്ന് പൊറാട്ടയാണ്. കാരവൻസ് ചെങ്കോട്ടിന്ന് വാങ്ങിയതാണ്. ഇപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോ സ്പെഷ്യൽ ആയിട്ടാണ് പൊള്ളച്ചിക്കണില്ലേ, അപ്പൊ അതായി. പിന്നെ ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഇന്ന് വേറുള്ളത്. ഈത്തപ്പായം ജ്യൂസ് അല്ല, മിൽമന്റെ പാലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാണ്. ഐസ് ഇട്ടാണല്ലേ, അതാണ് ഐറ്റംസ്. പിന്നെ ചായ, നാരങ്ങ വെള്ളം, പിന്നെ മഞ്ഞ കളർ ബത്തക്ക ഒക്കെ ഉള്ളത് അല്ലേ. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കൊണ്ടുവെക്കട്ടെ. ബാങ്ക് കൊടുക്കാൻ അധികം സമയമൊന്നുമില്ല, ബാക്കി കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും മാള് പൊതുവെ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ജ്യൂസ് ഉണ്ടെങ്കിലും ആളെന്ത് ചെയ്യും, നാരങ്ങ വെള്ളം ഉണ്ടാക്കും. അത് വേഗം ദാഹം കിട്ടുമല്ലോ. ബത്തക്ക കിട്ടിയാ ഈ മഞ്ഞ കളർ ബത്തക്കകളുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാധനം, നല്ല മധുര.
അപ്പൊ നാരങ്ങ വെള്ളം ഇങ്ങനെ പിയ്യണിഞ്ഞിപ്പോ നാരങ്ങകളും അതുപോലെ തന്നെ ഈ ഈത്തപ്പഴ ജ്യൂസ് ഉണ്ടെങ്കിലും നാരങ്ങ വെള്ളം ഉണ്ടാവുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു തൃപ്തി വരാണ്ടല്ലേ. അതെ, എന്തൊരു വേറെ സ്മെല്ല് ഉണ്ട് അവിടെ, പടക്കത്തിന്റെ. അപ്പൊ ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്നും റെഡിയാക്കി കൊണ്ടേക്കട്ടെ. മാവൊക്കെ ആദ്യം കലക്കി വെച്ചിരുന്നാ, ഉച്ച കലക്കി പച്ചരി രാവിലെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് മാവൊക്കെ കലക്കി വെച്ച്. പിന്നെ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നു, മാള് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാം പോയിന്ന് പുറത്ത് പോയിന്ന് ഒരു സാധനം വാങ്ങാണ്ടായിരുന്നു. പിന്നെ എല്ലാരും മാളൂന്റെ വല്യമ്മാന്റെ അടുത്ത് വല്യപ്പാന്റെ അടുത്ത് പോയി. പിന്നെ അതിന്റെ ശേഷം ഇന്റെ ഉപ്പാന്റെ അടുത്ത് പോയി. എല്ലാരും കവർ ചെയ്യാർത്തൊക്കെ ചെയ്തിപ്പോ വന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒറ്റക്കായി പോയത്. അല്ലെങ്കിൽ ഞങ്ങള് കൂടുതലൊന്നും ഇല്ലെങ്കിലും കട്ടക്കിങ്ങനെ കൂടെ നിന്നുകൊണ്ട് ചില ഹെൽപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കും. സോപ്പിട്ട് ഇങ്ങനെ നിൽക്കും ഞങ്ങള്. ഇല്ലില്ല, വാടച്ചോനെ. അപ്പൊ ഇതൊക്കെ എല്ലാ ആണുങ്ങളും ആണുങ്ങൾ നീറ്റാണ്. അപൂർവം ആൾക്കാരെ മോശമുള്ളവരുള്ളൂ. അപ്പൊ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അധികം സമയമൊന്നും ഇല്ല തോന്നില്ലേ. അപ്പോ ഞങ്ങളിത് അവിടെ ഐറ്റംസുകളൊക്കെ കൊണ്ടുവന്ന് റെഡി ആയിട്ട് കട്ടക്ക് ഇരിക്കട്ടോ, ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണ. അപ്പൊ 27 രാവിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാളവിന് പ്രത്യേകിച്ച് അനുഭവങ്ങൾ ഉണ്ടായി 27 രാവിന്? എനിക്ക് പറഞ്ഞാല് എനിക്ക് അങ്ങനത്തെ അനുഭവമൊന്നുമില്ല. അങ്ങനെ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ. 25 വാങ്ങാൻ പോയി പലഹാരം 25 വാങ്ങാൻ അയക്കൂല, എല്ലാം ചീത്തറി, 2 കണ്ടം പൊട്ടും, എല്ലാം ചീത്തറി. ഇപ്പ അയക്കൂല, ഉമ്മ അയക്കൂല, വല്യമ്മ അയക്കൂല. അത് ചെയ്യാൻ പാടില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പാടുള്ളൂ, മോശം പരിപാടിയാണ്, വാങ്ങാൻ പോകാൻ പാടില്ല. നല്ലൊരു അപ്പൊ വല്യമ്മയും ഉമ്മയൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യൂല, എല്ലാം ചീത്തറി. ആരെയും പോണാണിപ്പോ അത് ഓരൊക്കെ നമ്മ പൈസ വാങ്ങാൻ പോണു, ഞങ്ങളും പോട്ടെ നല്ല ചീത്തയേക്കും. പിന്നെന്താ അങ്ങനെ ഓർമ്മൊന്നുമില്ല. നല്ലൊരു തീരുമാനമാണ്, ഗുഡ് മെസ്സേജ്. ഇന്ന് രണ്ടാള് ഞാൻ ഇവിടെ നിന്ന് എല്ലാം മുങ്ങിക്കണേ, പടക്കൊക്കെ വാങ്ങിക്കണേ. ദിസ് മാൻ ദാറ്റ്സ് മാൻ നോട്ട് ദിസ് മാൻ. അപ്പൊ എന്താ വെച്ചാല് ശരിക്കും എനിക്ക് 27 രാവിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോ ഒരു ഭയങ്കര ഓർമ്മ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ മാള് പറഞ്ഞില്ലേ ഉപ്പ ഒക്കെ വഴക്ക് പറയും. അപ്പൊ എനിക്കൊന്നും ഉപ്പ വഴക്ക് പറയാനും ഉമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ ഞങ്ങൾ ചെറിയൊരു കുടുംബം, ഉമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളെ നാട് ശരിക്കും പാലക്കാട് ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട്, പള്ളിപ്പുറത്തായതുകൊണ്ട് ഇവിടെ ഞങ്ങളൊരു വീടേ ഉള്ളൂ. ഉപ്പയും ഇവിടെ പണിക്ക് വന്നാണല്ലോ, ഉപ്പ അവിടെ പണിക്ക് വന്നാണ് നമ്മളെ ഈ നാട്ടിൽ കുറുകയിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഉപ്പ പെട്ടെന്ന് എനിക്ക് 3 വയസ്സും അനിയന് 1.5 വയസ്സും സമയത്ത് ഉപ്പ മരിച്ചുപോയി. പിന്നെ ഉമ്മ കൂലിപ്പണി അങ്ങനെ എല്ലാ പണിയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ ആ സമയത്ത് ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പോണ കാലത്ത് ഉമ്മാൻ്റെ കോന്തല പിടിച്ചെന്ന് പറയും. അന്നൊക്കെ തുണിയാണല്ലോ ഉമ്മാരെടുക്കൽ. അത് പിടിച്ച് തന്നെ ഞങ്ങൾ ഈ 27 രാവിന് വീടായ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ മറക്കാൻ പറ്റില്ല. കാരണം അതിന് കിട്ടുന്ന കിട്ടിയാൽ മതിയാവുള്ളൂ, വേറെ വഴിയില്ല, ഒരു വഴിയില്ല. അത് അതെ 27 രാവിന് കൊടുക്കും. പിന്നെ അതെ ഇന്നത്തെ മാതിരിയുള്ള അത്ര അറിവൊന്നും അന്നില്ല അല്ലേ ആൾക്കാർക്ക്. ഈ മാസം തന്നെ പാവങ്ങൾക്ക് കൊടുക്കുന്ന നമുക്ക് പ്രതീക്ഷ ഉണ്ട്, കിട്ടുന്നു. മറ്റേ മാസങ്ങളും വായിക്കല്ല, അപ്പൊ നമ്മള് പോകും. ആ പൈസ കിട്ടിയിട്ട് വേണം ഡ്രസ്സ് എടുക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും, പെങ്ങന്മാരൊക്കെ വരുമ്പോൾ അവിടെ വിരുന്ന് കൂട്ടാനൊക്കെ ആ പൈസ കിട്ടിയിട്ട് വേണം. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കുറേ ഓർമ്മകളുണ്ട്. ഒരുപാട് നോമ്പൊക്കെ ഒരു കഷ്ടപ്പെട്ട്. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു ഓർമ്മയും കൂടി ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ ചിന്തിച്ചു നമ്മുടെ നാട്ടിൽ വേണ്ടാനെ കുറച്ചപ്പുറം മൂച്ചിക്കുന്ന പറയാം, ആ ഭാഗത്ത് നല്ല പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സോ കൂടി അവിടെ പോയി. അപ്പം ഞാൻ പൊതുവെ ഇതേപോലെ എൻ്റെ പേര് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇപ്പം മുനീർ, അതേപോലെ റഷീദ്, ഞങ്ങൾ ഒരുപാട് ഓരോരുത്തരെ പറഞ്ഞില്ല, മുജീബ്, ഞങ്ങൾ അങ്ങനെ വലിയ അന്നത്തെ ആ ഫ്രണ്ട്സ്, അന്നത്തെ ടീമിന്റെ കുട്ടിക്കാലത്തുള്ള ടീമൊക്കെ കൂടി ഞങ്ങൾ മൂച്ചിക്കൽ ഭാഗത്ത് പോയി. അവിടെ പോയി. അപ്പൊ ഞാൻ പൊതുവെ അന്നൊക്കെ പ്രത്യേകിച്ചും ഇന്നത്തെ പോലല്ല, ഇന്നിപ്പോ ഏതായാലും പെർമനന്റ് താടിയാണ്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഈ റംസാൻ കാര്യമൊക്കെ വരുമ്പോ താടിയൊക്കെ വെക്കും, എവിടുന്ന് തോനെ പൈസ ഇട്ടുന്നൊക്കെ. അന്ന് അങ്ങനെ നമ്മൾ തെറ്റാണ് ചിന്താഗതി, എന്നാലും അന്നത്തെ അറിവില്ലായ്മ ചെയ്യും. അപ്പോൾ ആ താടിയൊക്കെ വെച്ച് ഞാൻ ഈ വെള്ള ഷർട്ടും വെള്ളത്തുണിയൊക്കെ എടുത്തിങ്ങനെ തൊപ്പിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ സാധാ വേഷത്തിൽ എന്തെങ്കിലും ഒരു പുള്ളിത്തുണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധാ കുട്ടികളെ വേഷമാണ്. അപ്പം ഞാൻ മാത്രം ഒരു വ്യത്യസ്തമായ വേഷമായതുകൊണ്ട് ഓരോ വീട്ടിൽ കയറുമ്പോഴും എന്നെ പോലെ തന്നെ ഇട്ടാ. അപ്പം എന്ത് ചെയ്യുന്ന അറിയങ്ങള് ഈ കയറിയ വീട്ടിൽ നിന്നൊക്കെ പറയും, കുട്ടികൾക്കൊന്നും ഇവിടെ പൈസ കൊടുക്കില്ല, മക്കളെ നിങ്ങൾ പൊയ്ക്കോളിട്ടാ, കുട്ടികൾ നാസാക്കുച്ചിട്ടാണ്. വലിയവരൊക്കെ കൊടുത്ത ഒരു കാര്യത്തിൽ കൊള്ളും. ഈ പടക്കം പൊട്ടിച്ച് എന്നത് 2 പോയി ഇങ്ങനെ പടക്കം പൊട്ടിച്ചതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ പൈസ, അപ്പോൾ ഈ കുട്ടികൾക്കൊന്നും ഇവിടെ പൈസ കൊടുക്കുന്നില്ല എന്ന് ഈ വല്യന്മാർ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരി ഒന്നിച്ച് ഈ തിരിയുടെ ഇടയിൽ പറയും മോലിയാരുട്ടി അവിടെ നിൽക്കിട്ടാ. അതിൽ ഈ പാവങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട്സുകാരെ മുഖം കണ്ട് മാറും, അറ്റിയൊന്നും ഇല്ലേനും ഞാൻ മോലിയാരുട്ടി അവിടെ നിൽക്കിട്ടാ. എനിക്ക് പുതിയ രോമ വളർച്ചയുള്ള ആൾക്കാർ, എനിക്ക് കുറെ അധികം പെട്ടെന്ന് താടി രോമ വളർച്ചയുള്ള ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് വന്നിരുന്നു താടിയൊക്കെ. അപ്പോൾ ഞാൻ അവിടെ നിൽക്കും. അപ്പോൾ ഒരു 50 രൂപയൊക്കെയാണ്, വലിയ സംഖ്യയാണെന്ന്. 50 രൂപ എനിക്ക് കിട്ടും. അപ്പോൾ ഇവരെ കൂടി ലാസ്റ്റ് എനിക്ക് മാത്രമല്ല ഒന്ന് പൈസ കഴിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി എൻ്റെ നേരക്ക് വൈകിലിട്ട് തിരിഞ്ഞ്. അത് ശരി, ഞങ്ങൾ ഇജു മോലിയരും ഞങ്ങളെ കൂടി ഇതുമില്ലേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഒന്നിരിക്കൽ അനക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് തുല്യമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തരിക. അല്ലെങ്കിൽ ഈ സംഭവം ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞ് ഇവിടെ പ്രശ്നമാക്കും അല്ലെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കോമഡികൾ ഉണ്ടായിട്ടുണ്ട്. സംഗതി ഇന്ന് കണ്ടി നാളെ ഇന്ന് ഞാൻ ചോദിച്ച്, ഒരാൾ വാട്ടർ ഡ്രൈവറാണ് റഷീദ് അറി. അപ്പോൾ ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കൈയാട്ടി ഞാൻ എന്താ ചോദിച്ചു, പോവല്ലേ ചോദിച്ചു, എവിടേക്ക് പോയിച്ച് ഇങ്ങനെ അപ്പോൾ ഇന്ന് പിടിച്ച് ഞാൻ എന്നോടാണ് കൊല്ലും ഞാൻ അന്യായിട്ട്. കാരണം ആള് പോയി ഭയങ്കര മുജാഹിദൊക്കെ ഭയങ്കര സെറ്റപ്പിൽ നടക്കുന്ന ആളാണ്. അപ്പൊ ഏതായാലും അന്ന് അങ്ങനെ ഒരു എന്താ പറയാ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ അല്ല, പിന്നെ ഒരു രസമാണ് അല്ലേ ഈ പൈസ. തട്ടിപ്പ് ഉടായ്പൊന്നല്ല, അങ്ങനെ ഉദ്ദേശമല്ല, അങ്ങനെയാണല്ല, ഒന്നും അല്ല. അങ്ങനെയാണ്, എല്ലാരും പോവും, പൈസ വാങ്ങും. അതിൽ കുറച്ചൊക്കെ ഉള്ള ടീം പോവില്ല, ഇല്ലാത്തോല് പോവനെ വാങ്ങന്നെ. കുട്ടികളൊക്കെ അതിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാരും പോവും. ഞങ്ങളൊന്നും പുറത്തേക്ക് വിട്ടില്ല, ഞങ്ങള് ഒറ്റ കുട്ടികളെ വിടൂല. ഇത് തന്നെ ഞങ്ങളെടുത്തൊക്കെ വരും പൈസ ഒക്കെ, പക്ഷെ ഞങ്ങള് ആരും വിടൂല. ഏതായാലും കുട്ടികളൊക്കെ പോകാനും രസമായിരുന്നു. ആ പൈസ പടക്കം വാങ്ങാനും വള വാങ്ങാനും ഫാൻസി വാങ്ങാനും. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾക്കൊന്നും അങ്ങനെ എവിടെ നിന്ന് വാങ്ങാന് നമ്മളെ മക്കൾക്ക് കൊടുത്ത് വളർത്തണം. അതെ, കൊടുക്കാനുള്ള തീർച്ചയായിട്ടും കൊടുത്താലേ വളരുള്ളൂ. പിന്നെ അന്നത്തെ ഞങ്ങളെ ചുറ്റുപാട് തന്നെ ഞങ്ങൾ കുറുകിയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അന്ന് വെച്ചാൽ ഈ ഉമ്മാന്റെ കൈ കിട്ടിയിട്ട് അതിനായിട്ട് ജീവിതം കഴിയുന്ന കാലല്ലേ. ഏതായാലും ഒരു കുട്ടികളെ എത്തീമാക്കല്ലേ ആമീൻ എന്നുള്ള പ്രാർത്ഥന ഉള്ളത്. അനുഭവിച്ചവർക്ക് അതിനെ കുറിച്ചുള്ള വേവലാതിയും വിഷമൊക്കെ അറിയുള്ളൂ. അള്ളാഹു കാക്കട്ടെ, ആമീൻ. കുട്ടികൾക്കൊക്കെ അതെ, ജീവിതം ഉൾക്കൊള്ളാൻ പറ്റൂല നമുക്ക്, അതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റൂല അങ്ങനത്തെ ഒരു ജീവിതം. അപ്പൊ അതുപോലെ തന്നെ 27 രാവാണ്. ഒരുപാട് നമ്മളെ ലൈലത്തുൽ ഖദർ ആയിട്ടുണ്ട്, ഉൾപ്പെടുത്തുക. ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയമാണ്, ദിവസമാണ്. നമ്മളിന്ന് മരിച്ചുപോയ എല്ലാവർക്കും കബറിടം വിശാലമാക്കട്ടെ, സന്തോഷം നൽകട്ടെ. നിങ്ങളെ ഒരു സംഖ്യ എനിക്കും കിട്ടിയിരുന്നു, എനിക്കൊരു സംഖ്യ കിട്ടിയിരുന്നു. ഏതായാലും ആ വല്യമ്മക്കും സ്പെഷ്യലി അതെ അതെ ഭയങ്കര സന്തോഷാണ്. ആ വല്യമ്മക്കും കബറും വിശാലാക്കട്ടെ, സന്തോഷം നൽകട്ടെ. അപ്പൊ ഞങ്ങൾ പോയി വന്നാണ്, കാരണം പേരക്കുട്ടികളൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് വല്യമ്മാന്റെ അടുത്തൊക്കെ പോയി. പ്രത്യേകിച്ച് വല്യമ്മക്ക് ആൺകുട്ടികളില്ല, 3 പെൺകുട്ടികളാണ്. അപ്പൊ വല്യമ്മക്ക് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. വല്യമ്മക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കണ പ്രത്യേകിച്ച് കാര്യമാണ്. പക്ഷെ ബാവൊക്കെ പറഞ്ഞാല് താത്ത എന്തെങ്കിലും പറഞ്ഞ റെഡിയാണ്, എന്ത് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ്. അതിന് കുഞ്ഞിപ്പി അങ്ങനെ തന്നെ, കുഞ്ഞിപ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിപ്പാനും ബാവാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നോമ്പായാലൊക്കെ അല്ലെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ട അപ്പൊ വരും. അങ്ങനത്തോലൊന്നും അടച്ചോ അധികം വെക്കൂല, പെട്ടെന്ന് കൊണ്ടുപോകും. കൊണ്ടുപോകും. ഇനിയിപ്പോ ഏതായാലും കബിരുടെ മിശാലാക്കട്ടെ, അവിടെ സന്തോഷം നമ്മൾക്ക് പോലെ വില അറിയും ചെയ്യൂല, നമ്മൾ അറിയുള്ളൂ. ആലോചന ഇപ്പൊ ആലോചന സങ്കടം നെഞ്ഞിങ്ങനെ പൊട്ടും. എവിടെയും കൂടുതൽ ആള് നിൽക്കൂല, ഭയങ്കര മോശമാണ്. കൂടുതൽ ഇപ്പൊ ഇവിടെ തന്നെ ഒരു ദിവസം 2ാമത്തെ ദിവസം മോശം പോണം. അങ്ങനെ നമ്മളെ അറിയില്ല പോണത്, പെട്ടെന്ന് പോയിട്ടുണ്ടാവും. നല്ല അങ്ങനെ വന്ന് നിക്കുകയാണെങ്കിൽ തന്നെ ഒരാൾ ഇതിനൊന്നും നിൽക്കൂല. ആളെ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് അങ്ങനെയൊക്കെ വരുള്ള ആള്. ഏതായാലും വേണ്ടി ഈ നല്ലൊരു മാസത്തിൽ നിങ്ങളൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തോണ്ടേ കേട്ടോ. അപ്പൊ മോനെന്താ ചിന്തിച്ചിരിക്കുക. നാളെ പൊന്നു ചോദിച്ച് എങ്ങനെയാലും ആ മുക്കരി എടുത്ത് പോയി ഒന്ന് ബാങ്ക് കൊടുക്കാൻ പറയും. ഇപ്പം പറഞ്ഞാണ് കേക്കായൊന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങള് നോമ്പറക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെയൊക്കെയാണ് വിശേഷം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങള് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ എഴുതിന്റെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഒരു നോ പ്രോബ്ലം, അഭിപ്രായങ്ങൾ വരാം. ഓക്കെ, ബാങ്ക് കൊടുക്കണ്ടേ.
അപ്പൊ ഞങ്ങള് 25 നല്ല അടിപൊളിയായിട്ടുള്ള അതാണ് കുടിച്ചത്. ടേസ്റ്റ് ഉണ്ടോ? ഫുഡെത്താൻ വിട്ടിക്കണേ. ഈത്തപ്പഴ ജ്യൂസ് ആട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലേ? നെയ്യപ്പം അനിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ചിക്കൻ കറിന്റെ പേരെന്താ വേണോ? ചിക്കൻ മപ്പാസ്. ചിക്കൻ മപ്പാസ് ആണ്, പൊട്ടാസ് അല്ലല്ലോ. ഓക്കെ. അവൻ ഷർട്ട് ഇട്ടില്ല, ഷർട്ട് ഇട്ടാ അവർക്ക് ഭയങ്കര അലർജിയാണ്. അവളിപ്പോ ഷർട്ട് ഇട്ടില്ല. അപ്പൊ മോശമാണ്. എങ്ങനെയുണ്ട് കറി? ഞാൻ തിന്നു, നിങ്ങളവിടെ തിന്നോളി. ഈത്തപ്പഴ ജ്യൂസ് തന്നെ പഞ്ചസാര ഒന്നും ഇടാതെ അല്ലേ? അതിന്റെ ഒറിജിനൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നല്ല മധുരം ഉണ്ട്. ഞാൻ ഉണ്ണിയപ്പം എങ്ങനെയുണ്ട് നോക്കട്ടാ. അടിപൊളിയാ. ഇവിടെ ലെയറായിട്ടൊക്കെ ഉള്ളൊക്കെ നല്ല വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ മൂന്നാർ പോയപ്പോ അവിടുന്ന് വാങ്ങിയ ശർക്കരയാണ് അല്ലേ? അതിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ചോക്ലേറ്റ് ശർക്കര വാങ്ങിയില്ലേ? അതാണ് ഈ കറുത്ത കളർ കേട്ടോ. നല്ല ടേസ്റ്റാണ്. മൂന്നാർ പോകുമ്പോ അവിടെ നിന്ന് പേര് വാങ്ങിക്കൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നും കഴിക്കാൻ തോന്നുന്നു. ഇതിന്റെ ഇടയിൽ ചെറിയ സംഘടനകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇവര് തമ്മിൽ അടി നടക്കുന്നുണ്ട് കേട്ടോ. അതിർത്തി പ്രശ്നമാണ്. എന്റെ കൈ ആണ്ട് തട്ടി, ഓന്റെ കൈ ഇങ്ങോട്ട് തട്ടി. പിന്നെന്താ നോക്കാള് പൊറോട്ട. ഇത് നെയ്യപ്പം വെച്ചാല് അവിടുന്ന് അനിയന്റെ വീട്ടിൽ നിന്ന് കൊടുത്താണ്. ഇത് പറഞ്ഞാണ് കേട്ടോ. നെയ്യപ്പം തന്നെ പറഞ്ഞ പോലെ ഞങ്ങള് ഉള്ള കല്ലം വെന്തിന് സൂപ്പറായിട്ടുണ്ട്. പൊറാട്ടയും കറിയുണ്ട്. ഇത് മീ സ്മോൾ പീസ്. നമ്മൾ പണ്ടത്തെ കാലത്ത് ഉമ്മാന്റെ കയ്യിൽ നിന്നൊക്കെ വാരി തിന്നില്ലേ, വാരി തരുക. അതേമാതിരി ഒരു ഫീല് വരുമ്പോൾ വാരി തരുമ്പോഴാണ് അല്ലേ? പക്ഷെ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് വാരി വാങ്ങാനാണ്, ഇങ്ങോട്ട് തരലില്ല, കുറവാങ്ങുണ്ട്. അത് ഞാൻ സുഖമില്ലായിരുന്നപ്പോ കാര്യമില്ല, അത് കൂട്ടൂല. അതുണ്ട്. അല്ല നോർമൽ ടൈമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു ഉള്ള വാങ്ങും, ഒരു കഷ്ണം വാങ്ങും. ഇല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഇല്ലാന്ന് ഇല്ലല്ലോ. തിന്നേണ്. നാളെ നല്ല അടിപൊളി വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ ബൈ.